ഇവിടെ ചോദ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ് എന്നാണ്. എന്നിട്ട് 3 ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3 ഇക്വേഷൻ നിലവിൽ എന്ത് ചെയ്യുക, ബുക്കിൽ എടുത്തെഴുതുക. ഓക്കെ, 3 ഇക്വേഷൻ എന്ത് ചെയ്യുക, നിലവിൽ എടുത്തെഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മോഡൽ എക്സാമിൽ നോക്കുമ്പോൾ 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അതിൽ ആദ്യം മെട്രിക്സ് എഴുതാനാണ് ചോദിച്ചത്. മെട്രിക്സ് ഇത്രയേ ഉള്ളൂ. ഇവിടത്തെ ഫസ്റ്റ് ആള്, ഇവിടത്തെ സെക്കൻഡ് ആള്, ഇവിടത്തെ തേർഡ് ആള്. ദാറ്റ് മീൻസ് 3 -2 3. അടുത്ത് 2. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ എത്ര എഴുതുക, 1. ഇവിടെ -1. അടുത്ത് 4 -3. അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതി. ഇനി ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതണം. ദാറ്റ് ഈസ് 8 1 4. ബി മെട്രിക്സ് എഴുതി. എന്നിട്ട് എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതണം. സ്മോൾ എക്സ് സ്മോൾ വൈ. ഓക്കെ ആണോ? ഇത്രയും എഴുതുക. ഇത് എഴുതുന്നതിനാണ് ആദ്യത്തെ സബ് ക്വസ്റ്റ്യന്റെ മാർക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡിറ്റർമിനന്റ് എ എല്ലാം കാണാനായിരിക്കും ചോദിക്കുന്നത്. എന്ത് കാണാനായിരിക്കും? അപ്പൊ നമുക്ക് എയുടെ ഡിറ്റർമിനന്റ് എ കൂടി കണ്ടെത്തിയിട്ട് ബാക്കി ഡിറ്റർമിനന്റ് എ. ദാറ്റ് മീൻസ് ഡിറ്റർമിനന്റ് ഓഫ് 3 - 2 3 2 1 -1 4 -3 2 is equal to ഇവിടത്തെ ഒന്നാമത്തെ ആൾ എന്ന് വെച്ചാൽ 3 ബ്രാക്കറ്റ് കൊടുക്കുക. അവൻ വരുന്ന റോയും അവൻ വരുന്ന കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 1 × 2 അടുത്തൊരു മൈനസ് കൊടുക്കണം. അതിനുശേഷം ഇവിടെ എന്താണ് കിടക്കുന്നത് അതുപോലെ ഇവിടെ എന്താ രണ്ടാമത്തെ ആള് -2 ബ്രാക്കറ്റ് കൊടുക്കുക. അവൻ വരുന്ന റോയും കോളങ്ങളായി ബാക്കി 2 × 2 -4 × അടുത്ത് പ്ലസ് കൊടുക്കുക. എ കൊടുക്കുക 3 എടുക്കുക. അപ്പൊ അവൻ വരുന്ന റോയും കോളങ്ങളായി എന്ത് വരും? 2 × -3 -4 × 1. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്ര ഇങ്ങനെ കിട്ടും. 3 × 2 - 3 നിന്റെ പദം. കാര്യം 2 മൈനസ് പ്ലസ് ആവും, പിന്നെ ഒരു മൈനസ് ഉണ്ട്, അതുപോലെ എഴുതി. 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. 2 × 4 2 മൈനസ് കൂടി ചേർന്ന് മൈനസ് പ്ലസ് ആവും, പ്ലസ് 3 × -6 -1 എത്രയും വരും? 3 × ഇവിടെ -1 വരും, പ്ലസ് 2 × 8 വരും. അടുത്തത് 3 × -10 എന്നുവെച്ചാൽ -3 പ്ലസ് 16 എത്രയും കിട്ടും? -30. ഓക്കെ, ഇനി നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ന് വെച്ചാൽ ചെയ്യുക. -3 പ്ലസ് 16 കൂടി ചെയ്യുമ്പോൾ 13 കിട്ടും. 30 ൽ 13 പോയാൽ ബാക്കി എത്ര? -17. അപ്പൊ ഡിറ്റർമിനന്റ് ആയി. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? എ ഇൻവേഴ്സ് നമുക്ക് കണ്ടെത്തണം. എ ഇൻവേഴ്സ് കാണണമെങ്കിൽ ഫോർമുല ഇതാണ്. അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ്. എന്താണ് വേണ്ടത്? അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ്. അപ്പൊ നമുക്ക് അഡ്ജ് എ കണ്ടെത്താം. അഡ്ജ് എക്ക് വേണ്ടി ആദ്യം ഞാൻ കോഫാക്ടർ ആണ് കാണാൻ പോകുന്നത്. എന്ത് കാണുന്നു? കോഫാക്ടർ ഓഫ് എ കാണുന്നത്. ഞാൻ അതിനു വേണ്ടി എന്താണ് ഐഡിയ പറഞ്ഞു തന്നിട്ടുള്ളത്? എ എന്ന മെട്രിക്സിനെ 4 വട്ടം എഴുതുക. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? 3 -2
3 2 1 മൈനസ് 1 4 മൈനസ് 3 2 അതുപോലെ 4 വെട്ടാൻ വേണ്ടി 3 മൈനസ് 2 3 2 1 മൈനസ് 1 4 മൈനസ് 3 2 അടുത്ത എത്രയാ 3 മൈനസ് 2 3 3 മൈനസ് 2 3 2 1 മൈനസ് 1 2 1 മൈനസ് 4 മൈനസ് 3 2 4 മൈനസ് 3 2 എന്നിട്ട് എന്ത് ചെയ്യണേ ഈ അറ്റത്തുള്ള ആൾക്കാരെ എന്ത് ചെയ്ത് കളയുക വെട്ടി കളയുക ബാക്കിയുള്ള പോലെ എഴുതുക ഓക്കെ ബാക്കി എന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ ക്രോസ് ചെയ്യുക 1 into 2 മൈനസ് മൈനസ് 3 into മൈനസ് 1 ഓക്കെ അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ എന്താണ് മൈനസ് 1 into 4 മൈനസ് 2 into 2 അടുത്ത ആളോ 2 into മൈനസ് 3 മൈനസ് 4 into 1 അപ്പൊ ഫസ്റ്റ് വേർഡ് അടുത്തോ 4 into മൈനസ് 2 മൈനസ് 3 into മൈനസ് 3 അടുത്ത് 3 into മൈനസ് 3 മൈനസ് 2 into മൈനസ് 2 അടുത്തോ 4 into മൈനസ് 2 മൈനസ് 3 into മൈനസ് 3 അടുത്ത് മൈനസ് 2 into 1 മൈനസ് 2 into മൈനസ് 1 മൈനസ് 3 into 1 അടുത്തോ 3 into 2 മൈനസ് 3 into മൈനസ് 1 അടുത്തോ 1 into 3 മൈനസ് 2 into മൈനസ് ഇതൊരു മാട്രിക്സ് ആണ് that is equal to എന്തെന്ന് ഇവിടെ സാധനം അവിടെ 4 into മൈനസ് 2 ആണ് ഇവിടെ ആണോ അല്ല അങ്ങനെ എവിടെ ഇതാണോ 4 into മൈനസ് 2 അല്ല മൈനസ് 3 into മൈനസ് 1 ആണ് ആ വെട്ടിയത് കൂടി ഞാൻ എടുത്തല്ലേ വെയിറ്റ് അങ്ങനെ ചെയ്തു എങ്ങനെ ഇവിടെ മൈനസ് 3 into 3 മൈനസ് 2 into മൈനസ് 2 അടുത്താണോ 2 into 3 മൈനസ് 3 into 4 അടുത്തോ 4 into മൈനസ് 2 മൈനസ് 3 into മൈനസ് 3 അടുത്ത വരിയില് മൈനസ് 2 into മൈനസ് 1 മൈനസ് 3 into 1 അടുത്തോ 3 into 2 മൈനസ് 3 into മൈനസ് 1 അടുത്തോ 3 into 1 3 into 1 മൈനസ് 2 into 2 മൈനസ് മൈനസ് 2 into 1 into മൈനസ് അല്ലേ അല്ല 2 into മൈനസ് that is 1 into 2 എത്ര 2 പിന്നെ ഒരു മൈനസ് മൈനസ് പ്ലസ് ആവും പിന്നെ ഒരു മൈനസ് ഉണ്ട് മൈനസ് എന്ന് വെച്ചാൽ എത്ര കൂടെ 2 മൈനസ് 3 അടുത്തോ മൈനസ് 4 മൈനസ് 4 അടുത്തോ മൈനസ് 6 മൈനസ് 4 അടുത്ത് മൈനസ് 9 പ്ലസ് 4 അടുത്ത് 6 മൈനസ് 12 അടുത്തോ മൈനസ് 8 പ്ലസ് 9 അടുത്തോ 2 മൈനസ് 3 അടുത്താളോ 6 പ്ലസ് 3 അടുത്താളോ 3 പ്ലസ് 4 എന്ന് വെച്ചാൽ എനിക്ക് എന്ത് നിൽക്കൂടെ ഓഫായി കൊണ്ട് നിൽക്കും ആ 3 ന് 2 ചെയ്യാം മൈനസ് 1 മൈനസ് 8
മൈനസ് 10 മൈനസ് 5 മൈനസ് 6 1 9 8 1 വലുത് ഏത് ഇവിടെ മൈനസ് 1 9 7 ഇപ്പൊ കിട്ടിയത് കോഫാക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജ് എന്തായിരിക്കും? കോഫാക്ടറിനെ തിരിച്ചെഴുതുക എന്ന് വെച്ചാ മൈനസ് 1 മൈനസ് 5 മൈനസ് 1 മൈനസ് 8 മൈനസ് 6 9 മൈനസ് 10 1 7. അഡ്ജയും കിട്ടി ഡിറ്റർമിനന്റേയും കിട്ടിയോണ്ട് എന്തിപ്പോ കണ്ടുപിടിക്കാൻ പറ്റും? എ ഇൻവേഴ്സ് കാണാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാറ്റിയാണ്. പറഞ്ഞു എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ അല്ലേ? അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ. അപ്പൊ എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ അഡ്ജ് എ എത്രയാണ്? പറഞ്ഞു മൈനസ് 1 മൈനസ് 5 എത്ര? മൈനസ് 1 മൈനസ് 8 മൈനസ് 6 9 മൈനസ് 10 1 7 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ആകുമ്പോൾ ഡിവൈഡ് ബൈ എങ്ങനെ എഴുതി? 1 ബൈ എത്രയെന്ന് എഴുതി? മൈനസ് 17. ഓക്കെ, ഇതാണ് എന്ത്? എ ഇൻവേഴ്സ്. നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്. സൊല്യൂഷന്റെ ഫോർമുല Ax equal to b എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് x കാണേണ്ടത് എന്തെന്നാ ഫോർമുല? x equal to A inverse into b എന്നാണ്. എന്തെന്നാ ഫോർമുല? A inverse into b. നമുക്ക് നേരത്തെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം A ഇൻവേഴ്സ് തൊട്ട് മുകളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്താണ്? 1 ബൈ മൈനസ് 17 ഇൻറ്റു മൈനസ് 1 മൈനസ് 5 മൈനസ് 1 മൈനസ് 8 മൈനസ് 6 9 മൈനസ് 10 1 7 ഇൻറ്റു ബി മെട്രിക്സ് നമുക്ക് എന്തെന്ന് അറിയാം? 8 1 4. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 1 ബൈ 17 അതുപോലെ തന്നെ ഇട്ടേക്കുക. ബാക്കി മൾട്ടിപ്ലൈ ചെയ്യണം. എന്തെന്ന് വരും? മൈനസ് 1 ഇൻറ്റു 8 പ്ലസ് മൈനസ് 5 ഇൻറ്റു 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു 4. ഫസ്റ്റ് എത്ര വരും? അടുത്ത് മൈനസ് 8 ഇൻറ്റു 8 പ്ലസ് മൈനസ് 6 ഇൻറ്റു 1 പ്ലസ് 9 ഇൻറ്റു 4. അടുത്തോ മൈനസ് 10 ഇൻറ്റു 8 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് കേവലം മൈനസ് 1 ബൈ 17 എന്ന് ഞാൻ എഴുതി അവിടെ കിടക്കട്ടെ. ബാക്കി എന്തോരം? മൈനസ് 8 മൈനസ് 5 മൈനസ് 4. അടുത്തോ മൈനസ് 64 മൈനസ് 6 9 പ്ലസ് 36 അല്ലേ? അടുത്തോ മൈനസ് 80 പ്ലസ് 1 പ്ലസ് 7 ഇൻറ്റു 4 is equal to മൈനസ് 1 ബൈ 17 ഇൻറ്റു ഇത് 3 മൈനസ് ആയിട്ട് കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കുക. എത്ര? 8 5 13 4 17. അപ്പൊ മൈനസ് 17. അടുത്ത ആളോ മൈനസ് 64 മൈനസ് 6. അപ്പൊ തന്നെ രണ്ടും കൂടി കൂട്ടി എത്രയെന്ന് കിട്ടും? 70. 70 ൽ 36 പോയാൽ എത്രയാണ്? ബാക്കി 34 കിട്ടും. വെറും 34 അല്ല, മൈനസ് 34. അടുത്ത് മൈനസ് 80 ഇവിടെ 1 28 കൂട്ടുമ്പോൾ 29 കിട്ടും. 80 ൽ നിന്ന്
എന്ത് കുറയ്ക്കുക 29 കുറയ്ക്കുക 80 29 കുറച്ചാൽ എത്ര എത്രയാണ് 51 ഇവിടെ മൈനസ് കൂടി ഉള്ളതുകൊണ്ട് മൈനസ് 51 ഓക്കെ നോക്കിക്കോടെ ഈ മൈനസ് 17 എടുത്ത് അകത്ത് കൊടുത്തത് വരൂടെ മൈനസ് 17 ബൈ മൈനസ് 17 അടുത്ത് മൈനസ് 34 ബൈ മൈനസ് 17 അടുത്ത് മൈനസ് 51 ബൈ മൈനസ് എല്ലാവർക്കും മൈനസ് ക്യാൻസൽ ആയി പോകും 1 2 3 അപ്പൊ x ന്റെ വില 1 y ന്റെ വില 1 2 z ന്റെ വില എത്ര 3 ഓക്കേ ഇത്രയും ചെയ്യുന്നതിന് 6 മാർക്കാണ് 6 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയിൽ കാണും തെറ്റിക്കരുത് കൃത്യമായിട്ട് ഇത് ചെയ്യണം സാർ അവിടെ 1 എങ്ങനെയാണ്